കോഴിക്കോട് കല്ലാച്ചിയിൽ കാറ്ററിംഗ് യൂണിറ്റിൽ നിന്ന് വാങ്ങിയ അൽഫാമിൽ പുഴുക്കളെ കണ്ടെത്തി. ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് പുഴുവരിച്ച പഴകിയ ഭക്ഷണം പിടികൂടിയത്. രാഹുൽ കെ വി ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. രാഹുൽ, വല്ലാത്തൊരു വാർത്തയാണ്. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? എന്താണ് നടപടി? പക്ഷേ ഈ സ്ഥാപനം അടച്ചുപൂട്ടിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി നോട്ടീസ് നൽകി. അതിനുശേഷമാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത്. ഇത് നല്ല വിശക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരാൾ പോയി ഭക്ഷണം വാങ്ങിയതാണ്. അൽഫാം വാങ്ങി കഴിച്ചു തുടങ്ങിയ സമയത്താണ് അതിൽ പുഴുക്കളെ കാണുന്നത്. തുടർന്ന് വയറുവേദന അനുഭവപ്പെട്ടു. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി. അതിനുശേഷം നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. അതിനുശേഷമാണ് ഈ വിധത്തിൽ ഭക്ഷണത്തിൽ പുഴുക്കളെ കണ്ടുവെന്ന പരാതി ആരോഗ്യ വിഭാഗത്തെ അറിയിക്കുന്നത്. അവർ പോയി പരിശോധന നടത്തുകയായിരുന്നു. ഏതായാലും ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങളും പിടിച്ചെടുത്തു എന്നത് തന്നെയാണ്. പഴകിയ സാധനങ്ങൾ, അതുപോലെ ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത് പാലിക്കേണ്ടുന്ന കൃത്യമായ മാനദണ്ഡങ്ങൾ പലതവണ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഒക്കെ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിരുന്നില്ല എന്നതുകൂടിയാണ്. അങ്ങനെ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. ഈ പുഴു കണ്ടെത്തിയ ഭക്ഷണത്തിന് പുറമെ ദിവസങ്ങളോളം പഴകിയ ഭക്ഷണങ്ങളും അവിടെ നിന്ന് പിടിച്ചെടുത്തു. തുടർന്നാണ് നോട്ടീസ് നൽകി ആ സ്ഥാപനം ഏതായാലും അടച്ചുപൂട്ടിയിട്ടുള്ളത്. ഈ ഭക്ഷണം കഴിച്ചാൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്.